ഹായ്, പ്രധാന സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രാവശ്യം സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ എങ്ങും യാത്ര ചെയ്യാൻ പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഓർത്ത് നമ്മുടെ എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ എക്സിബിഷൻസ് നടപ്പുണ്ട്. അപ്പം കുഞ്ഞിനെ കൊണ്ടുപോയി അത് കാണിക്കാമെന്നോർത്ത് ഞങ്ങളൊരു 6:30 കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നല്ല ക്ലൈമറ്റ് ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ നൈറ്റിലേക്കാണ് പ്രിഫർ ചെയ്തത്. അത് ഏറ്റവും നന്നായി എന്ന് എനിക്ക് അവിടെ ചെന്ന് തോന്നി. അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ലൈറ്റൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും 150 റുപ്പീസായിരുന്നു അതിൻ്റെ എൻട്രി ഫീ ഉണ്ടായിരുന്നു. നമ്മൾ പാസ് എടുത്ത് അതിനകത്ത് കയറി. അപ്പോൾ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് എന്താണെന്ന് പറഞ്ഞില്ല. പക്ഷേ ഹലോ കൊച്ചിയിലൊക്കെ നല്ല ന്യൂസായി ട്രെൻഡിങ് ആയിട്ട് പോയിരുന്നൊരു എക്സിബിഷനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവനെ കൊണ്ട് ചെയ്യുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ബട്ടർഫ്ലൈ ഗാർഡനാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അവതാർ ഫിലിമിലേക്ക് പോലെ തന്നെ നല്ല എൻകർവ് ചെയ്തിരിക്കുന്ന സ്കെച്ചേഴ്സും അതുപോലെ തന്നെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. കുറേ നേരം അവിടെ നിന്ന് അതൊക്കെ കാണാനും വേണ്ടി ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ഈ എക്സിബിഷൻസ് വരുമ്പോഴേക്കും പേടിപ്പിക്കുന്ന കുറേ സാധനങ്ങൾ വരുമ്പോഴേക്കും പലപ്പോഴും നമ്മളവിടെ സ്കിപ്പ് ചെയ്ത് പോകാറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം നാദാൻകുട്ടൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവനവിടെ നിന്ന് ആ ബീസിനെ കുറിച്ചൊക്കെ പറയുകയും അതിൻ്റെ ഹണി കോമ്പിനെ കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്തു. അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറച്ചധികം ടൈം തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് വരുന്നൊരു ബ്യൂട്ടിഫുൾ ഫ്ലവർ അറേഞ്ച്മെൻറ്റിലുള്ളൊരു വെൽക്കം ഗേറ്റാണ്. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ചെല്ലുന്ന DJ അമ്യൂസ്മെൻറ്റ്സിൻ്റെ വാട്ടർഫോൾസിലോട്ടായിരുന്നു. നമ്മളൊരു ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് പോലെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പം അതിൻ്റെ ആ ഒരു മഴത്തുള്ളിയൊക്കെ നമ്മുടെ ദേഹത്തോട്ട് അടിച്ചിട്ട് എന്തൊരു ഭംഗി, എന്താ പറയുക, ഭംഗിയേക്കാൾ ഉപരി ഈ ക്ലൈമറ്റിൽ അവിടെ പോയി നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര സുഖമുള്ളൊരു ഏർപ്പാടായിരുന്നു. അപ്പം ഞങ്ങൾ അതിനകത്ത് കയറി. ഒത്തിരി ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു രാത്രി ആയതുകൊണ്ട് നമ്മൾ ഇത്രയും ക്രൗഡ് പ്രതീക്ഷയില്ല. മാത്രമല്ല ഇത് തുടങ്ങിയ ആദ്യ ദിവസങ്ങളിലാണല്ലോ നമ്മൾ പോയത്. അപ്പം ഇത്രയും ആൾക്കാരെ നമ്മളവിടെ എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷേ നല്ല റഷ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും അവിടെ മാക്സിമം എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനാണെ സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ വീഡിയോസ് തുടങ്ങാൻ 1 വീക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ എവിടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഒന്നാമത് ക്ലൈമറ്റ് ഇത്രയും മോശവും കൂടി ആയതുകൊണ്ട് അവനെ കൊണ്ട് വെളിയിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടായിട്ടിരുന്നപ്പോഴാണ് ഇങ്ങനെയൊരു എക്സിബിഷനെ കുറിച്ച് അറിഞ്ഞത്. അതൊരു ബെസ്റ്റ് ചോയ്സ് തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഇൻവെസിബിൾ സിംഗിൾ പാരൻറ്റിങ്ങൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാകും. കാരണം നമ്മൾ എത്ര നേരം കുഞ്ഞുങ്ങളെ ഇങ്ങനെ വീടിനകത്ത് വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. പലപ്പോഴും സ്കൂളിൽ പോകുന്നതുകൊണ്ട് ട്യൂഷൻ സെൻറ്ററിലൊക്കെ പോകുന്നതുകൊണ്ട് അവരത്രയും നമ്മളെ അറിയിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അവരുടെ ഒരു അറ്റൻഷൻ സ്പാൻ അത് കഴിയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആകാൻ തുടങ്ങും. പിന്നെ കുരുത്തക്കേടായി പ്രശ്നങ്ങളായി നമുക്കിതെല്ലാം നമ്മൾ ഒരാൾ ഹാൻഡിൽ ചെയ്യുമ്പോഴേക്കും ചിലപ്പോഴും നമുക്കത് പറ്റാതെ വരാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ഏറ്റവും അഡ്വേഴ്സായിട്ടുള്ള എല്ലാ കോൺസിക്വൻസും ഫേസ് ചെയ്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇവിടെ കൊണ്ടുപോകാമെന്ന് വെച്ചത്. അപ്പം ഇവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ കാര്യമൊന്നും പറയാതാണ് വാവനെ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അവിടെ കുളിക്കാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അവിടെ വെള്ളത്തിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനും എൻജോയ് ചെയ്യാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് പർപ്പസ്ഫുള്ളി എടുത്തില്ല. കാരണം അവിടെ ചെന്ന് നിന്നപ്പോൾ തന്നെ ഭയങ്കര ക്ലോറിൻ്റെ മണം ഉണ്ടായിരുന്നു നമുക്ക് ഈ വെള്ളത്തിനകത്തെ. അതുകൊണ്ട് നമ്മൾ അത്രയൊന്നും റിസ്ക് എടുത്തില്ല. ഞാൻ വാവയോട് പറഞ്ഞു, വാവേ നമുക്കിനി ഒരു ദിവസം കൂടി വരാം, എന്നിട്ട് നമുക്ക് വെള്ളത്തിലൊക്കെ ഇരിക്കാം. അപ്പോൾ ബാക്കിയുള്ളവർ ഇരിക്കുന്ന കാണുമ്പോൾ അവനും ഭയങ്കര സന്തോഷമുണ്ടായി. പക്ഷേ അവൻ്റെ ഒരു ലിമിറ്റിൽ അവൻ മാക്സിമം അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടികളുടെ ഒരു ടാൻട്രംസ് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു ലെവലിലെ കാര്യങ്ങളായിരുന്നു. എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ഇപ്പോഴും എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ ഓരോ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തിട്ട് നമ്മൾ നല്ല പോളിഷ്ഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മനുഷ്യന്മാരാണല്ലോ, മറക്കാനും കുറുക്കാനും ഒക്കെ കഴിവ് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ച ജീവിതങ്ങളായതുകൊണ്ട് അതിനൊന്നും ഒരു പ്രശ്നമില്ലാതെ ഈ ദിവസങ്ങളിലൊക്കെ പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ലാസ്റ്റ് 4 years എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും റഫ് ആൻഡ് ടഫായിട്ടുള്ള വർഷങ്ങളായിരുന്നു. ഏതെല്ലാം സാഹചര്യങ്ങൾ എങ്ങനെയെല്ലാം ഹാൻഡിൽ ചെയ്തതെന്ന് ശരിക്കും നമുക്ക് തന്നെ അറിയത്തില്ല. എല്ലാം ഒന്നും നമ്മൾ 100% കറക്റ്റായിട്ടൊന്നും ആയിരിക്കില്ല ചെയ്തിരുന്നത്. പക്ഷേ നമ്മൾ 100% നമ്മുടെ എഫേർട്ടും നമ്മളുടെ ലോയലായിട്ടാണ് നമ്മൾ അതിനകത്ത് നിന്നിരുന്നത്. അപ്പം ആ ഒരു കാര്യത്തിൽ നമ്മൾ അത്രയും 100% എഫേർട്ട് ഇടുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇതുപോലെ സോഷ്യലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു ഇവൻറ്റ്സും ഞാൻ മിസ്സാക്കാത്തത്.
പലപ്പോഴും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്ത് ഒന്നും പിള്ളേരെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. പക്ഷേ ചെണ്ടപ്പുറത്ത് കോലിടുന്നത് പോലെ അല്ല, പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഒരു സോഷ്യലൈസിങ് ആണ്. ആ സോഷ്യലൈസിങ് ഇല്ലെങ്കിലുള്ളൊരു പ്രശ്നം എന്നാണെന്ന് പറയുമ്പോൾ, അങ്ങോട്ട് കാണിക്കുന്ന പരിഗണനയും സ്നേഹവും മര്യാദയൊക്കെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുമെന്ന് തിരിച്ചു കിട്ടുമെന്നൊരു വിശ്വസിക്കുന്ന ഒരു പ്രത്യേകതരം വിഭാഗത്തിലുള്ള ആൾക്കാരായിപ്പോകും നമ്മളൊക്കെ. പലതരത്തിലുള്ള ആൾക്കാരെ കണ്ട്, പല വിഭാഗത്തിലുള്ള ആൾക്കാരെ കണ്ട്, പല ജോലി ചെയ്യുന്ന ആൾക്കാരെ കണ്ട്, പല പല അവസ്ഥകൾ കണ്ട് വളരുമ്പോൾ അതിൻ്റേതായ ഒത്തിരി വ്യത്യാസങ്ങൾ നമ്മുടെ ബിഹേവിയറൽ പാറ്റേണിലും അതുപോലെ നമ്മുടെ സംസാരത്തിലും വെടിപ്പിലും നടപ്പിലൊക്കെ ഉണ്ടാകും. അത് ഏറ്റവും ഭംഗിയായിട്ട് ഈ ഒരു ചൈൽഡ്ഹുഡ് സമയത്ത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വലിയ എഫേർട്ട് എടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ നോർമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാത്തപ്പോൾ നമുക്കെതിരെ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ നമ്മുടെ പെർസ്പെക്റ്റീവ് ശരിയല്ല എന്ന് പറയുന്നവർക്ക് അവരുടേതായ ഒത്തിരി ന്യായവാദങ്ങളുണ്ടാവും. പക്ഷേ ഈ ഒരു ആംഗിളിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കറക്റ്റാണ്. എല്ലാം ഒരു എന്താ പറയുക, നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പം നദാംകുട്ടിനെയും കൊണ്ട് ഇങ്ങനെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഫുട്ബോളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നല്ല ഗ്രീൻ കാർപ്പറ്റൊക്കെ വിരിച്ചിരുന്നതുകൊണ്ട് ഞാനവിടെ കുറച്ച് നേരം ഇരുന്നു. വാവ അവിടെ തന്നെ കളിക്കാൻ തുടങ്ങി. അപ്പം നല്ല സ്പേസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവനവിടെ പതിയെ അവൻ്റെ പുതിയ ബോൾ കിട്ടിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കുറേ നേരം ഇരുന്ന് അവിടെ തട്ടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പല കുഞ്ഞുങ്ങൾ വരുന്നുണ്ടായിരുന്നു, അവർ അത് കളിക്കാൻ കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മളങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും അതങ്ങോട്ടിന് അവരെയൊക്കെ കൺസിഡർ ചെയ്യുന്ന കണ്ടപ്പം എനിക്കും തോന്നി, ഓക്കെ, നമ്മളുടെ വളർത്തലിൽ അല്ലെങ്കിൽ നമ്മുടെ പാരൻറ്റിങ് അത്ര ജെൻറ്റിൽ അല്ലെങ്കിൽ പോലും നല്ല ക്വാളിറ്റീസ് അവൻ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അവനിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്കത് അക്സെപ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ മറ്റൊരാളെ ഹാം ചെയ്യാത്തതാണെന്നുള്ളൊരു വലിയൊരു തിരിച്ചറിവ് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ഞങ്ങൾ ഭയങ്കര വണ്ടറോട് കൂടിയാണ് ഞാനും നദാംകുട്ടിനും നോക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇച്ചിരി കൂടെ വലുതായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കുള്ളതാമേ അതെനിക്ക് വേണ്ട, അല്ലെങ്കിൽ അത് നമുക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്നതാണ് വേണ്ടേ എന്ന് ഡിമാൻഡ് ചെയ്യാനും അല്ലാത്തതിനെ നെഗ്ലക്റ്റ് ചെയ്യാനും അവൻ പതിയെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു ഈവനിങ് ഭയങ്കര സൂപ്പറായിട്ടാണ് അവിടെ എൻജോയ് ചെയ്തത്. ശരിക്കും ചേട്ടായി ഇല്ലാത്തൊരു മിസ്സിങ് തന്നെയാണ്. അപ്പം ഈ ഒരു വെക്കേഷൻ എന്തായാലും ഇങ്ങനെയൊക്കെ പോകും. ട്രംപ് ചതിച്ചതാണ് മോനെ എന്നുള്ളൊരൊറ്റ വാദത്തിൽ പാവം നദാംകുട്ടൻ വീഴും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.